നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിൻ്റെ അവഗണനകൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കേരള സർക്കാരിൻ്റെ നടപടികളെ പ്രശംസിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹം കത്തയച്ചിരിക്കുകയാണ്. ബി.ജെ.പി. ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ കേന്ദ്രം വെച്ച് പുലർത്തുന്ന ചിറ്റമ്മ നയത്തിനെതിരെ കർണാടകയും കേരളവും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സമരം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കാനുള്ള കേന്ദ്ര ശ്രമം വളരെക്കാലമായി നടക്കുന്നതാണെങ്കിലും സമീപകാലത്തായി അത് വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും സ്റ്റാലിൻ കത്തിൽ പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ കടമെടുക്കാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 പ്രകാരമുള്ള അധികാരങ്ങൾ ദുരുപയോഗം ചെയ്ത് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുകയാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന തത്വം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് തമിഴ്നാട് നേരിടുന്ന അവഗണന കത്തിൽ സ്റ്റാലിൻ അക്കമിട്ട് നിരത്തുകയാണ്. സാമ്പത്തിക ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളം നടത്തുന്ന ശ്രമങ്ങൾക്ക് തമിഴ്നാടിൻ്റെ പിന്തുണയുണ്ടാകുമെന്നും സഹകരണമുണ്ടാകുമെന്നും സ്റ്റാലിൻ ഉറപ്പ് നൽകി. ഇത് സംബന്ധിച്ച് തൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലും സ്റ്റാലിൻ പോസ്റ്റ് ഇട്ടിരുന്നു. കേരളം ഫെബ്രുവരി 8 ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ DMK പങ്കെടുക്കുമെന്ന് പോസ്റ്റിൽ വ്യക്തമാക്കി. തെക്കേ ഇന്ത്യയിൽ ഞങ്ങളും സഖാവ് പിണറായിയും കിഴക്ക് ബഹുമാനപ്പെട്ട സഹോദരി മമതയും കൂടാതെ നമ്മുടെ ഭരണഘടനയിൽ അചഞ്ചലമായ വിശ്വാസമുള്ള നേതാക്കൾ എല്ലാവരും ഇന്ന് സംസ്ഥാന സ്വയംഭരണത്തിനായി ഒരുമിച്ച് നിൽക്കുന്നു. കോർപ്പറേറ്റീവ് ഫെഡറലിസം സ്ഥാപിച്ച് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം നേടിയെടുക്കുന്നതിൽ വിജയിക്കുന്നതുവരെ ഞങ്ങളുടെ പ്രതിഷേധം അവസാനിക്കില്ല. സംസ്ഥാന സ്വയംഭരണം എന്ന മുദ്രാവാക്യത്തിൻ്റെ തീജ്വാലകളെ അണയ്ക്കാൻ BJPക്ക് ഒരിക്കലും കഴിയില്ല. ധനകാര്യം, ഭരണം മുതലായവയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നമ്മൾ ഉറപ്പായി ഉയർത്തിപ്പിടിക്കും. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പോസ്റ്റിൽ സ്റ്റാലിൻ കുറിച്ചിരിക്കുന്നത്.